എന്റെ ചങ്കകൾ എന്തായാലും വരും. എന്തായാലും അവര് വേൽപൂരി വാങ്ങിച്ചോണ്ടേ വരത്തുള്ളൂ. എനിക്ക് ഉറപ്പാ എന്റെ ചങ്കകൾ വരുമല്ലോ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ, എന്ത് നല്ല കവിതയാ ബോസ്. കവിതയുടെ കാര്യമൊക്കെ വിട്. മോഷ്ടിച്ചോണ്ട് വന്ന എല്ലാ സാധനവും എന്റെ കയ്യിൽ തരണം. ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഇതൊക്കെ എന്തുവാടേ? നീ വല്ല കാസറ്റ് കടയോടെ മോഷ്ടിച്ചോണ്ട് വന്നത്? ഓടക്കുഴൽ. എനിക്ക് ചെറുപ്പം മുതലേ ഓടക്കുഴൽ വായിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇനി ഞാൻ ഒരു കലക്ക് കലക്കും. ഇത്രയും സന്തോഷിക്കേണ്ട ആവശ്യമെന്താ? നമ്മള് ആക്രിക്കടയല്ലേ മോഷ്ടിച്ചത്, അല്ലാതെ ബാങ്കൊന്നും അല്ലല്ലോ. ഞങ്ങളിവിടെ ഡാൻസ് ചെയ്തു. നമ്പർ 2, നീ എങ്ങാനും ഡാൻസ് ചെയ്തോ? എനിക്ക് ഡാൻസ് തളിത്താൻ പോലും അറിയത്തില്ല. എന്താ പ്രശ്നമുണ്ട്? ഇവന്മാർക്ക് ഓർമ്മ പോലുമില്ല ഇവന്മാര് ഡാൻസ് കളിച്ചത്. ഈ ഓടക്കുഴലിൽ എന്തോ മാജിക് ഉണ്ട്. ഇത് വായിച്ചു കഴിയുമ്പോൾ അടുത്തുള്ളവര് ഹിപ്നോട്ടൈസ്ഡായി ഡാൻസ് കളിക്കുന്നു. ബോസ്, അങ്ങനെയാണെങ്കിൽ ഇന്ന് ആരെ വേണമെങ്കിലും കൊള്ളയടിക്കാൻ പറ്റും. ഇനി ഞാൻ എല്ലാവിടവും മോഷ്ടിക്കും. മുന്നൂറ് പത്തൂര് എന്നെ തടയാൻ പറ്റില്ല. ഇത്തവണ ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. ഞാൻ അവന്മാരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, ചായക്കട ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്താ ചെയ്യാന്ന്. ചായക്കടക്കാരനെ കുറിച്ച് അങ്ങനെ അധികം ആലോചിക്കണ്ട. 3 മാസമായി അയാളുടെ പറ്റൊന്നും നമ്മൾ അടച്ചു തീർത്തിട്ടില്ല. ഒരുപാട് തവണ നീയൊക്കെ തല്ലിയിട്ടുണ്ട്. ഒരുപാട് തവണ എന്നെ നിങ്ങളൊക്കെ ജയിലിൽ അയച്ചിട്ടുണ്ട്. അതിന് ഞാൻ നിങ്ങളെ തിരിച്ചൊന്നും തല്ലാൻ പോകുന്നില്ല. ഇപ്പൊ നീയൊക്കെ കണ്ടോ എന്റെ അവസാനത്തെ കളി. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. ജോണിന് ഇത്രയും കോൺഫിഡൻസ് എവിടെന്നാ കിട്ടിയത്? ഇതിലെന്തോ പ്രശ്നമുണ്ട്. എന്റെ അഭിപ്രായത്തില് ഓടുന്നതായിരിക്കും നല്ലത് മോട്ടു. പ്രശ്നമുണ്ട് ഉറപ്പാ. പത്തലു, ജോണിനെ പേടിച്ച് ഞാൻ പോകണമെന്നോ? ഒരിക്കലും സംഭവിക്കില്ല. ജോൺ, ഇപ്പൊ തന്നെ നീ ഒരുപാട് ഇടികൊണ്ടിരിക്കുന്ന എന്റെ കയ്യിൽ നിന്ന്. മാത്രമല്ല ഒരുപാട് വട്ടം ജയിലിലും പോയിട്ടുണ്ട്. എന്നിട്ട് നീ തണ്ടിത്തരം കാണിച്ച നിന്റെ എല്ലാ കളികളും ഞാൻ പൊട്ടിക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. മോത്തും കവിത പറയുന്നു. ഇവൻ ഈ ഓടക്കുഴൽ എന്തിനാ വായിക്കുന്നേ? എന്താന്നറിയില്ല, എന്റെ കാലുകൾ താനേ നൃത്തം ചെയ്യുന്നു. ചിങ്കം സാറേ, ആ ജോൺ ഓടക്കുഴൽ വായിച്ച് ഞങ്ങളെ കൊണ്ട് നൃത്തം ചവിട്ടിപ്പിച്ച് ഉടുതുണിയും പറിച്ചു കൊണ്ടുപോയി സാറേ. അവന്റെ ഓടക്കുഴലിൽ എന്തോ മന്ത്രവാദമുണ്ട് സാറേ. Why fear when Chingam is here? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാലോ, impossible. ഞാൻ ദേ പോയി ദേ വന്നു. എന്റെ അമ്മോ, എന്റെ അമ്മോ, ആ കള്ളൻ എന്റെ സാധനങ്ങൾ അടിച്ചോണ്ട് പോയി. എന്നെ കൊണ്ട് അവൻ ഡാൻസ് കളിപ്പിച്ചവൻ അടിച്ചോണ്ട് കൊണ്ടുപോയി. ഞാൻ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോ അവന്മാരെന്റെ പോലീസ് യൂണിഫോം ഊരിയത് ഞാൻ അറിഞ്ഞില്ല. അവന്മാര് ലുങ്കി ഉടുപ്പിച്ച് അവൻ വീണ്ടും ഓടക്കുഴൽ വായിച്ച് എന്നെ കൊണ്ട് ലുങ്കി ഡാൻസ് കളിപ്പിച്ചു. ഞാൻ അവനെ വെറുതെ വിടില്ല. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ നിയമമാണ് സത്യം. ഞാൻ വെറുതെ വിടില്ല. വരൂ, ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയിട്ട് ഈ ഓടക്കുഴലിന്റെ സൂത്രം എന്താന്ന് മനസ്സിലാക്കാം.
എല്ലാവരും ഈ ഹെഡ്ഫോൺ എടുത്ത് വെക്ക്. ഇത് വെച്ച് കഴിയുമ്പോൾ അവൻ ഓടക്കുള്ളിൽ വായിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അവന്റെ മായാജാലമൊക്കെ അതിജീവിച്ച് അവനെ കീഴ്പ്പെടുത്താൻ പറ്റും. താങ്ക് യു ഡോക്ടർ ജഡ്ക. വാ മോട്ടു. ഈ സ്പ്രേയും കൂടി നിങ്ങൾ കൊണ്ടുപോ. ഇതാ ഓടക്കുടലിന്റെ മുകളിൽ അങ്ങ് അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ആ ഓടക്കുടലിന്റെ മാന്ത്രികതയൊക്കെ അങ്ങ് അവസാനിക്കും. അത് മേടിച്ചോ മോട്ടു. പൊളിച്ചടുത്തല്ലോ. വരൂ നമുക്ക് പോകാം. ഇനി അവൻ ഓടക്കുള്ളിൽ വായിച്ച ആൾക്കാരെങ്ങനെ പറ്റിക്കാന്നൊന്ന് നോക്കണം. എന്റെ അപ്പന്റെ കാശ് മൊത്തം അമ്മച്ചി അടുത്തമ്മച്ചേ. ജോൺ, ഒന്ന് നിർത്താവോ നിന്റെ ഈ ഓടക്കുഴൽ വായന? നിർത്താനാ പറഞ്ഞ നിന്റെ ഈ ഓടക്കുഴൽ വായന. മര്യാദക്ക് നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. മോട്ടു എന്നാ കഴിച്ചോ, എന്നിട്ട് പണി തുടങ്ങ്. ജോൺ, ഇനി ലോകത്തിൽ എവിടെ വെച്ചും നീ ഓടക്കുഴൽ വായിക്കാൻ പാടില്ല. ഒരിക്കലും വായിക്കാൻ പാടില്ല. ഒരിക്കൽ കൂടെ പറയുന്നു, ഒരിക്കലും വായിക്കാൻ പാടില്ല. ഇനി നിന്റെ ഈ ഓടക്കുഴലിൽ ഒരു കളികളും അവന്റെ ഹെഡ്ഫോൺ ആരെങ്കിലും ഒന്ന് ശരിയാക്കി വെക്കേ. പൊളിച്ചടുത്തല്ലോ. ആരെങ്കിലും ഈ മോട്ടിന്റെ ഡാൻസുകളിൽ നിന്ന് നിർത്തണേ. എന്താ പത്തലോ ഇതുവരെയായിട്ട് നീ ജോണിനെ പിടിക്കാത്തത്? അതിന് നീ ഡാൻസിൽ ബിസി ആയിരുന്നില്ലേ? ഇപ്പൊ ദേ ബാക്കിയുള്ളവരും തുടങ്ങിയിട്ടുണ്ട്. വേഗം ആ ഹെഡ്ഫോൺ ശരിക്ക് വെച്ചിട്ട് ജോണിനെ പോയി പിടിക്കാൻ നോക്ക്. എന്റെ അമ്മോ, ഇന്നത്തെ ദിവസം തന്നെ പോക്കാന്നാ തോന്നണ്. ഇന്നാ എന്റെ മോട്ടു, നീ ഈ സമോസ എല്ലാം എടുത്തോ. പക്ഷേ ആ ജോണിന്റെ കഥ ഇന്ന് കഴിച്ചേക്കണം. Stop in the name of law. വണ്ടി നിർത്ത്. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. വണ്ടി നിർത്താൻ. നീ എന്തൊക്കെയാ പറയണ്? മര്യാദക്ക് ഉറക്കെ പറയാൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? പൊളിച്ചടുത്തല്ലോ. ഈ ചെങ്കത്താൻ എന്താ പറ്റിയത്? ഇയാള് വണ്ടി ഓടിക്കാതെ മോളുകൾ ഡാൻസ് കളിക്കാണല്ലോ. രക്ഷിക്കണേ. നിങ്ങളെന്താ എന്നെ മണ്ടനാക്കാതെ വിചാരിച്ചോ? ഒന്ന് വേഗം ഓട്. എന്തായി പറയുന്ന? എനിക്കൊന്നും കേൾക്കാൻ മേലോ. പെട്ടെന്ന് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവനിപ്പോ ഡാൻസ് കളിക്കാൻ തുടങ്ങും. ഐഡിയ. ഓട്ടോ, എത്ര നേരം നീ വാനും പിടിച്ചോണ്ട് നിക്ക? എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്റെ പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ.
എന്നെ വിട്ടേക്ക്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. എന്നോടൊപ്പം ജയിലിലേക്ക് വന്നോ? 24 മണിക്കൂർ ഞാൻ നിന്നെ അവിടെ ഡാൻസ് കളിപ്പിക്കാം. ഇനി ഞാനിതൊന്ന് വായിച്ചു നോക്കട്ടെ. ഡോക്ടർ ജഡ്കയുടെ സ്പ്രേ അടിച്ചപ്പോ ഇതിന്റെ മന്ത്രശക്തിയൊക്കെ പോയോന്ന്. ഓടിക്കടുത്തല്ലോ. ഈ ഡോക്ടർ ജഡ്കയുടെ മരുന്ന് ഒരിക്കലും ഫലം കാണിക്കില്ല. ഇപ്പൊ നമ്മളോടൊപ്പം ദാ എലികളും ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഓടിക്കോ.